ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെർവിക്കൽ സ്പോണ്ടലൈസിസ് അഥവാ കഴുത്തുവേദന, കഴുത്തൊരു സൈഡിലേക്കോ താഴേക്കോ തിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ചില വ്യായാമ മുറകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സിൽജു മുഹമ്മദ്, ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. എന്താണ് സെർവിക്കൽ സ്പോണ്ടലൈസിസ്, എങ്ങനെയാണ് ഈ കഴുത്തുവേദന ഉണ്ടാകുന്നത് എന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള മസിൽസ് വളരെ സ്റ്റിഫാവുകയും അവിടെ മൂവ്മെൻറ്റ്സ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു പെയിൻ ഉണ്ടാകുന്നത്. കഴുത്തുവേദന പലതരത്തിലുള്ളതുണ്ട്. ഡിസ്കിൻ്റെ ബൾജിങ് മൂലം ഉണ്ടാകുന്നതുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ മൂലം ഉണ്ടാകുന്നതുണ്ട്. ഡിസ്കിൻ്റെ ബൾജിങ് മൂലം ഉണ്ടാകുന്ന കഴുത്തുവേദന സാധാരണയായി തലയ്ക്ക് മുകളിൽ ഭാരമെടുത്തുള്ള തൊഴിലിലേർപ്പെടുന്ന ആളുകളിലാണ്. അല്ലാതെ പക്ഷേ കാണുന്ന 90% കഴുത്തുവേദനയും ഇൻഫ്ലമേഷൻ മൂലം, അതായത് നീർക്കെട്ട് മൂലം ഉണ്ടാകുന്നതാണ്. മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും അമിതമായ ഉപയോഗം ഇതിനൊരു പ്രധാന കാരണമായി തീരും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കഴുത്ത് 90% ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് താഴേക്ക് സ്ട്രെയിൻ കൊടുത്തിട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് മണിക്കൂറുകളോളം മോണിറ്ററിൽ നോക്കിയിരുന്ന് വർക്ക് ചെയ്യുന്നു. അവരുടെ കഴുത്തിന് പ്രത്യേക മൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ബാക്ക് മസിൽസ് സ്റ്റിഫാവുകയും അവിടെ ഈ പെയിൻ രൂപപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരിൽ, അതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളിലെല്ലാം ഈ വേദന ഒരു സർവ്വസാധാരണമാണ്. അശ്രദ്ധമായ ഉറക്കവും തലനീരിറക്കവും എല്ലാം ഇതിനൊരു പ്രധാന കാരണമായി തീരുന്നുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ചില വ്യായാമ മുറകളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് നമുക്ക് രാവിലെയോ വൈകിട്ടോ ജോലി സമയത്തോ യാത്രക്കിടയിലോ എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു എക്സസൈസ് നമുക്ക് സ്റ്റാൻഡിങ് പൊസിഷനിലോ അതുപോലെ തന്നെ സിറ്റിംഗ് പൊസിഷനിലോ ചെയ്യാവുന്നതാണ്. ഒരു ബെഡിലോ അല്ലെങ്കിൽ ഒരു ചെയറിലോ ഇതുപോലെ നിവർന്നിരുന്ന ശേഷം കഴുത്ത് നേരെ മുകളിലേക്ക് നോക്കുന്ന രീതിയിൽ നല്ലവണ്ണം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഒരു 4-5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സാവധാനത്തിൽ താഴേക്ക് നോക്കുക. ഈ എക്സസൈസ് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് മസിൽസിന് നല്ല ഒരു റിലീഫ് തരുന്നതാണ്. ഇത് ഒരു 5 തവണ ആവർത്തിക്കുക. അടുത്തതായി നെക്ക് വലത്തേക്കും ഇടത്തേക്കും തിരിക്കുന്ന ഒരു എക്സസൈസാണ്. സിറ്റിംഗ് പൊസിഷനിൽ തന്നെ ഇരുന്നു കൊണ്ട് കഴുത്ത് വലത് സൈഡിലേക്ക് തിരിച്ച് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ സാവധാനത്തിൽ ഇടത് സൈഡിലേക്കും തിരിച്ച് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇത് ഒരു 5 തവണ ആവർത്തിക്കുക. മൂന്നാമതായി കഴുത്ത് സൈഡിലേക്ക് ചെരിച്ചുകൊണ്ടുള്ള ഒരു എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ചെവി നമ്മുടെ ഷോൾഡറിൽ തട്ടത്തക്ക രീതിയിൽ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം എതിർ ദിശയിലേക്ക് സാവധാനത്തിൽ സ്ട്രെച്ച് ചെയ്ത് അവിടെയും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇത് നമുക്ക് ഒരു 5 ആവർത്തി ചെയ്യാവുന്നതാണ്. നാലാമതായി ഐസോമെട്രിക് എക്സസൈസാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ്. നമ്മുടെ വലത് കൈയുടെ തള്ളഭാഗം നമ്മുടെ നെറ്റിയിൽ അമർത്തി പിടിച്ച് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ തല ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യണം, അതുപോലെ തന്നെ കൈ ബാക്കിലേക്കും പുഷ് ചെയ്യണം. ഇതിൻ്റെ സെയിം തന്നെ നമ്മുടെ ബാക്കിൽ നിന്നും കൈകൾ രണ്ടും കോർത്ത് തലയ്ക്ക് ബാക്കിൽ പിടിച്ച് കൈ ഫ്രണ്ടിലേക്കും പുഷ് ചെയ്യുക, തല ബാക്കിലേക്കും പുഷ് ചെയ്യുക. അതുതന്നെ നമുക്ക് സൈഡിൽ നിന്നും ചെയ്യാവുന്നതാണ്. വലത് സൈഡിൽ നിന്നും ഇടത്തേക്കും പുഷ് ചെയ്യുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിലേക്കും പുഷ് ചെയ്ത് പിടിച്ച് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, വളരെ സാവധാനം ചെയ്യുക. ഇതും നമുക്ക് ഒരു 5 ആവർത്തി ചെയ്യാവുന്നതാണ്. അടുത്തതായി ഷോൾഡർ റൊട്ടേഷൻ എക്സസൈസാണ്. നമ്മുടെ ഇരു കൈകളും ബോഡിയുടെ ഇരുഭാഗത്തും തൂക്കിയിട്ടുകൊണ്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് ഒരു 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. വളരെ സാവധാനത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും ഒരു 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കുക, ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു ഗുഡ് ഫീലാണ് കിട്ടുന്നതെങ്കിൽ മാത്രം അത് തുടർന്ന് ചെയ്യുക. അല്ല, വേദന കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടാൽ നമ്മൾ ഒരു ഓർത്തോ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം മാത്രം വീണ്ടും അത് തുടർന്ന് ചെയ്യുക. അടുത്തതായി അപ്പ് ആൻഡ് ഡൗൺ എക്സസൈസാണ്. ഷോൾഡർ മുകളിലേക്ക് ഉയർത്തി അവിടെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ താഴേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെയും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ ഹെൽത്ത് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.